അപ്പോൾ ജോത്സർലാൻഡ് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ അപ്രൻറ്റീസ്ഷിപ്പ് ട്രെയിനിങ് കിട്ടുന്ന ഒരു ചാൻസിൻ്റെ കാര്യം പറയാനാണ്. ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് DRDOയിലാണ്. IT അപ്രൻറ്റീസ് ആക്ട് 1961 അനുസരിച്ചാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. 1 ഇയറിലേക്കാണ് ഇപ്പോൾ ഈ നിയമനം നടത്തുന്നത്. DMRLിലേക്കാണ് ഇപ്പോൾ നിയമനം നടത്തുന്നത്. ഇതിൽ വിളിച്ചിരിക്കുന്ന പോസ്റ്റ് ഫിറ്ററാണ് 20 വേക്കൻസി, ടേണർ 8 വേക്കൻസി, മെഷീനിസ്റ്റ് 16 വേക്കൻസി, വെൽഡർ 4 വേക്കൻസി, ഇലക്ട്രീഷ്യൻ 12 വേക്കൻസി, ഇലക്ട്രോണിക്സ് 4 വേക്കൻസി, COPA 60 വേക്കൻസി, കാർപ്പൻറ്റർ 2 വേക്കൻസി ആൻഡ് ബുക്ക് ബൈൻഡർ 1 വേക്കൻസി. ഇതിൻ്റെ ഡീറ്റെയിൽസും ആപ്ലിക്കേഷൻ ഫോം എല്ലാം www.drd.government.in വോട്ട് ഈസ് ന്യൂ എന്നുള്ള സെക്ഷനിൽ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഈ പറഞ്ഞതിന് എല്ലാം റിസർവേഷൻ ആപ്ലിക്കബിൾ ആയിട്ടുള്ള പോസ്റ്റാണ്. റിക്വയർമെൻ്റ് അനുസരിച്ച് ഇതിൻ്റെ സീറ്റിൻ്റെ എണ്ണത്തിന് ചേഞ്ച് ചെയ്യുന്നതാണ്. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ NCVT, SCVT, ITI പാസ്ഡ് ആണ്. അതുപോലെ തന്നെ ഈ അപ്രൻറ്റീസ്ഷിപ്പ് ആക്ടിൻ്റെ കീഴിൽ അപ്രൻറ്റീസായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവർ ഇതിന് അപ്ലൈ ചെയ്യണമെന്നില്ല. അതുപോലെ ഈ ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ട് വായിച്ച് നോക്കിയതിന് ശേഷം നിങ്ങളിത് അപ്ലൈ ചെയ്യുക. നിങ്ങളിത് അപ്ലൈ ചെയ്യുന്നവർ ഗൂഗിൾ ഫോം ലിങ്കിൽ ക്ലിക്ക് ചെയ്യണം. അതിന് മുമ്പ് തന്നെ നിങ്ങൾ www.apprenticeshipindia.org എന്നുള്ള അതിൽ കയറി നിങ്ങളുടെ അപ്രൻറ്റീസിൻ്റെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. ആ രജിസ്ട്രേഷൻ നമ്പർ ഗൂഗിൾ ഫോമിൽ നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടി വരുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ കൺസേൺഡ് ആയിട്ട് ഏത് പൊസിഷനാണോ അയക്കുന്നത് ആ പൊസിഷനിലേക്ക് വെച്ചയക്കുക. 1 ഇയറിലേക്കായിരിക്കും ഇപ്പോൾ ഈ നിയമനം നടത്തുന്നത്. അതുപോലെ PWD കാൻഡിഡേറ്റ്സിന് ഇത് അയക്കാനുള്ള എലിജിബിലിറ്റി ഉണ്ട്. പിന്നെ ഈ ടൈം ഓഫ് ജോയിനിങ്ങിൻ്റെ ടൈമിൽ നിങ്ങൾ പോലീസ് സർട്ടിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്, നിങ്ങളുടെ ക്യാരക്ടർ സർട്ടിഫിക്കറ്റ്, ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്, SSC സർട്ടിഫിക്കറ്റ്, ITI സർട്ടിഫിക്കറ്റ്, കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, പാസ്ബുക്കിൻ്റെ കോപ്പി, ആധാർ, അതുപോലെ ഒരു പാസ്പോർട്ട് സൈസ് റീസെൻറ്റ് ഫോട്ടോഗ്രാഫ് കൂടി കൊടുക്കേണ്ടി വരുന്നതാണ് അവിടെ. ഈ ട്രെയിനിങ്ങിന് നിങ്ങൾ ഒരു 15 ഡേയ്സിൽ കൂടുതൽ ലീവ് എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഇതിനെ ടെർമിനേറ്റ് ചെയ്യുന്നതാണ്. അത് ചെക്ക് ചെയ്തിട്ട് വേണം നിങ്ങൾ കയറാൻ. അതുപോലെ തന്നെ മാനേജ്മെൻറ്റിന് ഏത് സമയത്ത് ഇതിനകത്ത് അമെൻമെൻറ്റ്സോ അതല്ലെങ്കിൽ ക്യാൻസൽസോ അല്ലെങ്കിൽ സസ്പെൻഷനോ ഇങ്ങനെയുള്ള എന്ത് ഡീറ്റെയിൽസ് വരാനും ചാൻസ് ഉണ്ട്. നിങ്ങൾ ഫ്രീക്വൻ്റ് ആയിട്ട് വെബ്സൈറ്റിൽ ചെക്ക് ചെയ്യുക. എന്തെങ്കിലും ചേഞ്ചസ് വരുവാണെങ്കിൽ അതിനകത്ത് അറിയുന്നതാണ്. അതുപോലെ തന്നെ ഏത് ഡീറ്റെയിൽസും എല്ലാ കാര്യങ്ങളും ട്രെയിനിങ്ങിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾ ഇമെയിൽ വഴിയായിരിക്കും അറിയിക്കുന്നത് സെലക്റ്റഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന്. നിങ്ങളുടെ മെയിൽ ID എപ്പോഴും ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ വാലിഡ് ആയിട്ടുള്ള ഇമെയിൽ ID കൊടുക്കുക. ഇത് അയക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് May 31 ആണ്. ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് കൊടുത്തിരിക്കാം. വായിച്ച് നോക്കിയിട്ട് അപ്ലൈ ചെയ്യുക. All the very best. Thank you. Bye-bye.